കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യ ഉപയോഗിച്ച യുദ്ധവിമാനം റഫേൽ, അതുപോലെ പിന്നീട് ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന യുദ്ധവിമാനങ്ങൾ, ഒരുപാട് യുദ്ധ സാമഗ്രികളെ കുറിച്ചൊക്കെ ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിരവധി യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ പണിപ്പുരയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ശരിക്കും ഉള്ളതാണോ? അത് ഉള്ളതാണ്. നമുക്ക് ഇന്ത്യയുടെ സ്വന്തം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പൂർണ്ണമായും അവകാശപ്പെടാവുന്ന ഒരു യുദ്ധവിമാനമാണ് തേജസ്. ഈ തേജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതായത് പല യുദ്ധവിമാനങ്ങൾക്കും പല ക്ലാസിഫിക്കേഷനുണ്ട്. ഇപ്പോൾ ഇത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. ലൈറ്റ് എന്ന് വെച്ചാൽ ചെറുത്, അതായത് മറ്റേ മെഗാ ബിഗ് സൈസ് അല്ല, ചെറിയ ഐറ്റമാണ്. അതായത് വലിയേട്ടൻ എന്ന് പറയുന്നത് റഫേലും സുഖോയി ഒക്കെ ആണെങ്കിൽ ഇത് കൊച്ചേട്ടൻ, മനസ്സിലായോ? കൊച്ചാട്ടൻ മെയിൻ അല്ല, എന്നാൽ ചെറിയ ആക്രമണങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഐറ്റം ലൈറ്റ് കോമ്പാക്ട് എന്ന് വെച്ചാൽ അതിൻ്റെ വലിപ്പം ചെറുതാണ്, ഭാരം കുറവാണ്. പിന്നെ ഈ പറയുന്ന റഫേലിനെയോ സുഖോയിയോ പോലെ അത്ര വിശാലമായ അർത്ഥത്തിന് പറ്റുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ യുദ്ധവിമാനമാണ്. LCA ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അത്യാവശ്യം ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രകടന മികവ് എന്ന് പറയുന്നത് റഫേലിനെ അതിനോടൊക്കെ കിടപിടിക്കുന്നതാണെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചോട്ടെ, ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണോ? പൂർണ്ണമായിട്ടും 100% ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇന്ത്യയുടെ കൺസെപ്റ്റ് അതായിരുന്നു. ഇതിൻ്റെ എൻജിൻ ഇപ്പോഴും വിദേശത്തു നിന്ന് വരണം. തദ്ദേശീയമായിട്ടുള്ളൊരു എൻജിനിൽ തന്നെ ഇത് നിർമ്മിക്കണമെന്നായിരുന്നു പദ്ധതി. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പം നിലവിൽ അമേരിക്കയിലെ GE എന്ന് പറയുന്ന കമ്പനിയുടെ F404 എന്ന് പറയുന്ന എൻജിൻ ഉപയോഗിച്ചിട്ടാണ് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിൽ 36 തേജസ് വിമാനങ്ങളാണുള്ളത്. 40 എണ്ണം ഓർഡർ ചെയ്തിട്ട് 36 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് DRDOയുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബാംഗ്ലൂർ അവരാണ് ഈ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഏതാണ്ട് 83 യുദ്ധവിമാനങ്ങൾക്ക്, തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിരുന്നു ഇവർക്ക്, HALന്. അത് കൊടുത്തത് 2021 ഫെബ്രുവരിയിലാണ്. 48,000 കോടി രൂപയുടെ കരാർ. അപ്പോൾ ഇത് പ്രകാരം കഴിഞ്ഞ 16 മാസം മുൻപ്, ഏതാണ്ട് 1.5 വർഷത്തിന് മുൻപ് ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടേണ്ടതാണ്. ഈ യുദ്ധവിമാനങ്ങൾ തേജസ് 83 തേജസ് യുദ്ധവിമാനങ്ങൾ സേനയുടെ ഭാഗമാകേണ്ടതാണ്. നമ്മുടെ വ്യോമസേനയ്ക്ക് ഇപ്പോൾ ഒരു പരിമിതിയുണ്ട്. ഒരു സ്ക്വാഡ്രൺ എന്ന് പറയും. സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലീറ്റ്, ഒരു വിമാനം, ഒരു ഗ്രൂപ്പ്. അതായത് 42 വിമാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഒരു സ്ക്വാഡ്രൺ എന്ന് വിളിക്കുക. അതാണ് അതിൻ്റെ സങ്കല്പം. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ഉള്ള യുദ്ധവിമാനങ്ങൾ വെച്ച് 30 എണ്ണം വീതമുള്ളൊരു ഗ്രൂപ്പാണ് നിലവിലെ സ്ക്വാഡ്രൺ. അപ്പോൾ ഏതാണ്ട് 12 എണ്ണം വീതം എല്ലായിടവും കുറവുണ്ട്. അപ്പോൾ ഇന്ത്യ ആ കുറവ് പരിഹരിക്കാനായിട്ട് ഒരു 350, മൊത്തം 350 തേജസ് വിമാനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലേക്ക് 83 എണ്ണത്തിൻ്റെ കരാറ് 2021 ഫെബ്രുവരിയിൽ കൊടുത്തു. ഏതാണ്ട് ഇപ്പോൾ 2025ആണ്. അപ്പോൾ 16 മാസം മുമ്പ്, 1.5 വർഷം മുമ്പ് ഇത് സേനയ്ക്ക് കൈമാറേണ്ടതാണ്. പക്ഷേ സാധിച്ചില്ല. അതിൻ്റെ കാരണം ഇവരുപയോഗിക്കുന്നത് GE എന്ന് പറയുന്ന അമേരിക്കൻ എൻജിൻ നിർമ്മാതാക്കളുടെ എൻജിനാണ്. F404 എന്ന് പറയുന്ന എൻജിൻ. ഈ എൻജിൻ ഈ പറയുന്ന GE എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ ഉൽപ്പാദനം നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് 2021 99 വിമാന എൻജിനുകൾ വേണമെന്നും പറഞ്ഞിട്ട് HAL ഇവർക്ക് ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ സപ്ലൈ ചെയിൻസ് ഉണ്ട്. അതായത് ഈ ഒരു വിമാന എൻജിൻ ഉണ്ടാക്കുന്നതിന് ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കണം. അപ്പോൾ ആ സപ്ലൈ ചെയിൻസൊക്കെ രണ്ടാമത് പുനഃസൃഷ്ടിക്കാനായിട്ട് താമസം എടുത്തു. അതുമാത്രമല്ല, ഇതിപ്പോൾ എൻജിൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അതിൻ്റെ പൂർണ്ണ സജ്ജമാണെന്നുള്ള സർട്ടിഫിക്കേഷനും കുറേ കടമ്പകളൊക്കെ കിടക്കണം. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കി വരാൻ ഒരുപാട് താമസമുണ്ടായി. അപ്പോൾ എൻജിൻ സമയത്ത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം കാര്യമാത്ര രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അതിന് നടപടി ഉണ്ടായി. ഒരു വിമാന എൻജിൻ കിട്ടി. അങ്ങനെ ആദ്യത്തെ വിമാനം
ഈ വരുന്ന ജൂലൈയിൽ, അതായത് ഈ ഒരു ഗ്യാപ്പിന് ശേഷമുള്ള ആദ്യത്തെ തേജസ് വിമാനം വരുന്ന ജൂലൈയിൽ നമ്മുടെ നാഷിക് എന്ന് പറയുന്ന HALൻ്റെ നാഷിക് പ്ലാന്റിൽ, നാസിക് അങ്ങനെ തന്നെ പറയണം, നാസിക് പ്ലാന്റിൽ നിന്ന് ഈ ജൂലൈയിൽ കൈമാറും. ഇനി ബാംഗ്ലൂരിലും HALന് പ്ലാന്റ് ഉണ്ട് തേജസിൻ്റെ. അവിടെ ഏതാണ്ട് 6 വിമാനങ്ങൾ ഇതിനോടകം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഡെലിവറിക്ക് തയ്യാറാണ്. ഇനി ഈ നാസിക് പ്ലാന്റിൻ്റെ ഒരു വർഷത്തെ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് 4 മുതൽ 5 വരെ വിമാനങ്ങൾ ഒരു വർഷം അവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അടുത്ത വർഷം മുതൽ 8 വരെ ആക്കാം. ഇപ്പോൾ ഈ വർഷം 4 മുതൽ 5 വരെ ഉണ്ടാക്കാൻ പറ്റുള്ളെങ്കിൽ അടുത്ത വർഷം മുതൽ 8 വിമാനങ്ങൾ വരെ ആ പ്ലാന്റിൽ ഉണ്ടാക്കാം. നാസിക്കിൽ തന്നെ പുതിയൊരു പ്ലാന്റ് വരുന്നുണ്ട്. ആ പ്ലാന്റിൻ്റെ പരമാവധി ശേഷി എന്ന് പറഞ്ഞാൽ 24 വിമാനങ്ങളാണ്. ഈ ബാംഗ്ലൂരിലെ പ്ലാന്റിൽ ഏതാണ്ട് 16 തേജസ് വിമാനങ്ങൾ ഒരു വർഷം നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ തേജസ് അതിന് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഏതാണ്ട് ഡിജിറ്റൽ റഡാർ വാർണിംഗ് റിസീവർ, ജാമർ പോഡ്സ്, അതേപോലെ തന്നെ പുതിയ തരം മിസൈലുകൾ, ഇതൊക്കെ ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞു, 350 തേജസ് യുദ്ധവിമാനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ MK1, അതായത് ഈ ഓരോ വാഹനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ സീരീസ് ഇറങ്ങുമല്ലോ. അപ്പോൾ ആദ്യ ബാച്ച് MK1 അത് 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ്. 4.5 ശ്രേണിയിൽ വരുന്ന യുദ്ധവിമാനം. അതായത് നമ്മുടെ റഫേൽ ഒരു 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ്. അപ്പോൾ ആ ശ്രേണിയിൽ വരുന്നതാണ് ഈ MK1. അതിൻ്റെ തുടർച്ചയായിട്ട് MK1A വരും, MK1A, അടുത്തത് MK2. ഇങ്ങനെ 3 ശ്രേണിയിലായിട്ട് 350 തേജസ് യുദ്ധവിമാനങ്ങളെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പറയുന്ന HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിലായിരിക്കും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുക. അത് 2036 അതൊക്കെ സാധ്യമാവുള്ളൂ. അതിനെക്കുറിച്ചുള്ള പദ്ധതി രൂപരേഖയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ തേജസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ഈ പറയുന്ന തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഒരുപാട് സവിശേഷതകളുമുണ്ട്. അത് ഈ ഡിജിറ്റൽ റഡാർ വാർണിംഗ് റിസീവർ, ജാമർ പോഡ്സ്, പിന്നെ അത്യന്താധുനിക മിസൈലുകൾ ഘടിപ്പിക്കാവുന്ന സംഗതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തേജസ് MK1 എന്ന് പറയുന്ന ഒരു 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ്. അതിന് ഈ റഫേലിൻ്റെ അതേ ശ്രേണിയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 83 യുദ്ധവിമാനങ്ങളുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു 97 തേജസ്സിന് കൂടി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിന് 67,000 കോടി രൂപയുടെ ഓർഡറാണ്. അതും ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെയും ഉൽപ്പാദനമൊക്കെ നടക്കും. ഇതിനോടകം തന്നെ ഇപ്പോൾ ഈ തേജസ് HAL നിർമ്മിക്കുന്നത് അത് കൊമേഴ്സ്യലാക്കാനായിട്ടും പ്ലാനുണ്ട്. മറ്റു പല രാജ്യങ്ങളും, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ തേജസ്സിന് താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആവശ്യത്തിന് പരിഗണിച്ച് കഴിഞ്ഞാൽ ഇത് മറ്റ് രാജ്യങ്ങൾക്ക് പോകും. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇന്ത്യ ഈ റഫേലിൻ്റെ ഈ നേവിക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായി 26 വിമാനങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ കിട്ടും. അത് ബുക്ക് ചെയ്യാനുണ്ടായ സാഹചര്യം, ഈ പറയുന്ന തേജസ് വിമാനങ്ങളെയാണ് നമ്മൾ INS വിക്രാന്തിൽ വിന്യസിക്കാനായിട്ട് പദ്ധതി ഇട്ടിരുന്നത്. അത് സമയത്ത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിടവ് പരിഹരിക്കാനായിട്ട് റഫേലിൻ്റെ നേവൽ വെർഷൻ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ റഫേലിന് നമുക്കറിയാം വലിയ പണം മുടക്കമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന തേജസ് കൂടി വരുമ്പോൾ അത് നമ്മുടെ സേനയുടെ ശൗര്യം കൂടും, മാത്രമല്ല നമ്മുടെ ചെലവും. ഈ ഒരു വിദേശത്ത് നിന്ന് ഒരു യുദ്ധവിമാനം വാങ്ങിക്കുമ്പോഴുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക ചെലവ് നമ്മുടെ തദ്ദേശീയമായ കാര്യങ്ങളിൽ തദ്ദേശീയമായ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായ ആ ഒരു ചെലവിലുണ്ടാകുന്ന വ്യത്യാസവും നമ്മുടെ ഈ ഒരു ഘട്ടത്തിലെ നേട്ടമാണ്. ഏതായാലും തേജസ് അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണഫലം വലിയ താമസമില്ലാണ്ട് നമുക്ക് കിട്ടും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു യുദ്ധവിമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും എല്ലാം ഇന്ത്യ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിച്ച HAL-നാണ് കൊടുക്കുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു മേൽനോട്ടം അതിലുണ്ടാകും എന്നതൊരു വസ്തുതയായ കാര്യമാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു യുദ്ധവിമാനം ഇറക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാവും, ഒരുപാട് ആശങ്കകളുണ്ടാവും. ഈ തേജസ് ഇതിനോടകം തന്നെ ഒരു 10-12 എയർ ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വ്യോമാഭ്യാസ പ്രകടനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ 2 രാജ്യങ്ങളുടെ സൈനിക പരേഡുകൾ നടക്കുമല്ലോ, ഈ മിലിറ്ററി എക്സർസൈസ്.
അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ അടക്കം ഇതിൻ്റെ പ്രകടന മികവിൽ അവർ നല്ല രീതിയിൽ പ്രശംസിച്ച ഒരു വിമാനമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ധൈര്യമായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും തേജസ് യുദ്ധവിമാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ച തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ തേജസിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയത്തിൻ്റെയും അതിൻ്റെ പ്രസക്തിയില്ല. സംശയങ്ങൾ ഇനി ഒരു കാര്യമില്ല. പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആ സാധനം കിട്ടേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കിട്ടി തുടങ്ങുന്നു, അത് കിട്ടും. വിളിക്കാം.